പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന ശാലോം കുടുംബാംഗങ്ങളെ, മാസത്തിലെ എല്ലാ 3 ബുധനാഴ്ചകളിലും സായാഹ്നത്തിൽ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് മാസങ്ങളായി പ്രാർത്ഥിക്കുകയാണ്. ഫെലോഷിപ്പ് നൈറ്റ് എന്ന പേരിലാണ് ഈ ശുശ്രൂഷ അറിയപ്പെടുന്നത് തന്നെ. ശാലോം പീസ് ഫെലോഷിപ്പ് എന്ന ഈ കൊച്ചു കൂട്ടായ്മയിൽ അംഗങ്ങളായിരിക്കുന്നവർ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്ന, തങ്ങളുടെ വേദനകൾ പങ്കുവയ്ക്കുന്ന, തങ്ങളുടെ പ്രതിസന്ധികൾ ഈശോയുടെ മുൻപിൽ ഇറക്കി വയ്ക്കുന്ന, തങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ് ഈ ഫെലോഷിപ്പ് നൈറ്റ് എന്ന് പറയുന്ന ഈ കൂട്ടായ്മ. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒട്ടനവധി അനുഗ്രഹങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ഈ ഒരു കൊച്ചു കൂട്ടായ്മയിലൂടെ, ശുശ്രൂഷയിലൂടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിട്ടുണ്ട്, വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. നമുക്കറിയാം, ശാലോം എന്ന് പറയുന്ന ഈ മിനിസ്ട്രി ഏകദേശം 10-25 വർഷങ്ങൾക്ക് മുൻപ് ദൈവം ബെന്നിസാറിന് നൽകിയ ഒരു പ്രചോദനം, ഒരു വിഷൻ, കർത്താവിൻ്റെ മുഖം ലോകത്തിന് മുൻപിൽ കാണിക്കുന്ന ഒരു ചാനൽ ഉണ്ടാവുക. അത് ബെന്നിസാറിലൂടെ ഈ കേരളക്കരയാകെ പങ്കുവച്ചപ്പോൾ എല്ലാം മറന്ന് തങ്ങളുടെ സമയവും തങ്ങളുടെ സമ്പത്തും തങ്ങളുടെ ആരോഗ്യവും എല്ലാം ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ശാലോം എന്ന ഈ മിനിസ്ട്രിക്ക് വേണ്ടി, ഇനിയും സാധ്യമാകാത്ത ഒരു ചാനൽ രൂപപ്പെടുന്നതിന് വേണ്ടി പങ്കുവയ്ക്കുന്നവരാണ് ശാലോം പീസ് ഫെലോഷിപ്പ് അംഗങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനമായും 2 മീഡിയകളാണ് ദൈവം ശാലോമിന് നൽകിയിരിക്കുന്നത്. ഒന്ന് പ്രിൻ്റ് മീഡിയയും മറ്റൊന്ന് ഇലക്ട്രോണിക് മീഡിയയും. ശാലോം ടൈംസ് എന്ന മാഗസിനിലൂടെ, പ്രിൻ്റ് മീഡിയയിലൂടെ ദൈവരാജ്യത്തെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ ലോകത്തോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അനേകരാണ് ഈ പ്രസിദ്ധീകരണത്തിലൂടെ, പ്രിൻ്റ് മീഡിയയിലൂടെ ഈശോയെ അറിയുന്നതും കേൾക്കുന്നതും അനുഭവിച്ചറിയുന്നതുമെല്ലാം. മറ്റൊന്നാണ് ഇലക്ട്രോണിക് മീഡിയ, ശാലോം ടെലിവിഷൻ. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് സാധ്യമായ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നമുക്കറിയാം ശാലോം ഉണ്ട്. നിങ്ങളുടെ കരങ്ങളിലാണ് ശാലോം നിലനിൽക്കുന്നത്. ഈ സാധാരണക്കാരായ നിങ്ങളിലൂടെയാണ് അനുദിനം ഈ ശാലോമിൻ്റെ ശുശ്രൂഷകൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മിഷനെ അത് ഹൃദയത്തിൽ ഏറ്റെടുത്ത് ഈ മിനിസ്ട്രിയോട് ചേർന്ന് നിന്ന് ഈ മിഷന് വേണ്ടി അധ്വാനിക്കുന്ന നിങ്ങളാണ് യഥാർത്ഥ മിഷണറിമാർ. ഈ കാലഘട്ടത്തിൽ മറ്റാരുമല്ല, എൻ്റെ മുൻപിൽ ഇരിക്കുന്ന, ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കുചേരുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് യഥാർത്ഥ മിഷണറിമാർ. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ, നിങ്ങളുടെ പങ്കുവയ്ക്കലിലൂടെ നിങ്ങൾ ലോകത്തോട് സുവിശേഷം പ്രഘോഷിക്കുകയാണ്. നമുക്കെല്ലാവർക്കും എപ്പോഴും മൈക്കിന് മുൻപിൽ നിന്നോ വേദിയിൽ നിന്നോ നിങ്ങൾക്കൊരിക്കലും ഒരു സുവിശേഷം പ്രസംഗിക്കുവാൻ സാധിക്കുന്ന വ്യക്തിയായിരിക്കില്ല നിങ്ങൾ. ഒരുപക്ഷെ നിങ്ങളൊരു വീട്ടു ജോലിക്കാരനാവാം, ഒരു വീട്ടമ്മയാവാം, കുടുംബനാഥനാവാം, പ്രായം തളർത്തിയ രോഗക്കിടക്കയിൽ കിടക്കുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങൾ എങ്ങനെ ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കും ലോകത്തോട്? പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ വിളി, ഇതൊരു മഹത്തായ വിളിയാണ്. ഈ രാത്രിയിൽ ആ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. എത്രയോ മഹത്തായ ഒരു മിനിസ്ട്രിയുടെ ഭാഗമായിട്ടാണ് ദൈവം നമ്മളെ ചേർത്ത് നിർത്തിയിരിക്കുന്നത്. എത്രയോ മഹത്തായ ഒരു ഉന്നതമായ വിളിയാണ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത്. ലോകത്തിൻ്റെ അതിരുകളോളം സുവിശേഷം കൊടുക്കുവാൻ എന്നെയും നിങ്ങളെയും ദൈവം ഉപകരണങ്ങളാക്കിയിരിക്കുന്നു. നന്ദിയുള്ളവരായിരിക്കാം നമുക്ക്. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും, നമ്മുടെ സങ്കടങ്ങളെയും, നമ്മുടെ വേദനകളെയും, നമ്മുടെ കുടുംബത്തിലെ അസ്വസ്ഥതകളെയും എല്ലാം ഇപ്പം നമുക്ക് ഈ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്കൊന്ന് കൊണ്ടുവരാം. ഈശോയുടെ അരികിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവരാം. ആ നല്ല ഈശോയെ ആരാധിക്കുവാൻ നമ്മുടെ കരങ്ങളൊന്ന് അല്പം ഉയർത്തി ആ നല്ല ദൈവത്തെ നമുക്കൊന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്ന ദൈവമേ, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ പ്രാർത്ഥനകളെയും, എല്ലാ ആഗ്രഹങ്ങളെയും, എല്ലാ സ്വപ്നങ്ങളെയും ദിവ്യകാരുണ്യനാഥൻ്റെ പക്കലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഈശോയെ നമ്മുടെ അരികിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ മാറിൽ ചായുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, സർവശക്തനായ ദൈവത്തിൻ്റെ മഹനീയ സാന്നിധ്യത്തിൻ്റെ മുമ്പിലാണ് ഈ രാത്രികാലം നമ്മൾ വന്നിരിക്കുന്നത്. ഈ പകൽ മുഴുവൻ ഒരുപക്ഷെ നമ്മൾ ഓടി നടന്ന് പല പല കാര്യങ്ങളിൽ വ്യാപൃതരായി പല അധ്വാനങ്ങളിൽ ഏർപ്പെട്ടവരാകാം. അല്ലെ, അനേക വർഷങ്ങളായിട്ടുള്ള ചില അധ്വാന ഭാരങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട്, പ്രിയപ്പെട്ട മക്കളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ടാകാം. മത്തായി സുവിശേഷം 11:28 യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരുമേ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എപ്രകാരമുള്ള ഭാരമായിക്കൊള്ളട്ടെ, എപ്രകാരമുള്ള അസ്വസ്ഥതകളായിക്കൊള്ളട്ടെ, ജീവിത വ്യഗ്രതയായിക്കൊള്ളട്ടെ, രോഗങ്ങൾ മൂലമുള്ള അസ്വസ്ഥതകളായിക്കൊള്ളട്ടെ, എല്ലാം ഏറ്റെടുക്കുവാനും അവിടെ നിന്നൊക്കെ നമ്മെ വിമോചിപ്പിക്കുവാനും ഈ രാത്രി നിന്നെ സ്നേഹിക്കുന്ന, നിന്നോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഈശോ നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുക. നിയമാവർത്തന പുസ്തകം 4 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ദൈവം നമുക്ക് ഇത്ര അടുത്ത് സമീപസ്ഥമായിരിക്കുന്നത് പോലെയുള്ള മറ്റ് ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ ഒരു പരിഹാര മാർഗമില്ലാത്ത അത്ര അസ്വസ്ഥതകളും വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടാകാം. എല്ലാം ഈശോയ്ക്ക് കൊടുത്ത് യെശയ്യാവിലൂടെ അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. ലെബനോൻ ഫലസമൃദ്ധമായ ഒരു വയലായി തീരുവാനും അതൊരു വനമായി പരിഗണിക്കപ്പെടുവാനും ഒരു നിമിഷം പോരെ, ദൈവത്തിന് ഒരു നിമിഷം പോരെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ. അതിനാൽ എൻ്റെ പ്രിയമുള്ളവരെ, ശാലോമിനേറെ സ്നേഹിക്കുന്ന ശാലോമിൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ഭാരം, നിങ്ങളുടെ നൊമ്പരങ്ങൾ, രോഗങ്ങൾ, തകർച്ചകൾ, പരാജയങ്ങൾ, പ്രാർത്ഥനാ നിയോഗങ്ങൾ എല്ലാം ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് കൊടുത്തുകൊണ്ട് നമ്മുടെ ഭവനത്തിലേക്ക് ഇന്ന് അതിഥിയായി കടന്നു വന്ന അവൻ്റെ മഹത്വം നമ്മുടെ കുടുംബങ്ങളിൽ നിറയ്ക്കുവാൻ, പ്രശ്നങ്ങളിൽ ഇടപെടാൻ കടന്നു വന്ന ഈശോയുടെ സന്നിധിയിൽ നമ്മൾ ഇരിക്കുന്ന ഇടയിൽ നിന്ന് കരങ്ങളൊന്ന് അവൻ്റെ സന്നിധിയിലേക്കൊന്ന് നീട്ടിപ്പിടിക്കാമോ?
ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഒന്ന് നീട്ടിപ്പിടിച്ച് നമുക്കുള്ളതും നമ്മുടേതായിട്ടുള്ളതെല്ലാം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് യേശുവിനെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഈശോയെ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റെതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. ഈശോയെ നോക്കിയൊന്ന് പാടാമോ? എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റെതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. പ്രിയമുള്ളവരെ, യെശയ്യാ 60:1 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ഉണർന്ന് പ്രക്ഷോഭിക്കുക, നിന്റെ പ്രകാശം വന്നുയർന്നിരിക്കുന്നു, കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. സർവശക്തനായ ദൈവം, മഹത്വത്തിൻ്റെ രാജാവ്, നമ്മെ അതിരറ്റ് സ്നേഹിക്കുന്ന കർത്താവ്, നമുക്ക് വേണ്ടി സ്വയം ശൂന്യനായി തീർന്ന് കാൽവരിയിൽ നമ്മുടെ പരിഹാരമായി തീർന്ന കർത്താവ് ഇതാ ദിവ്യകാരുണ്യമായി നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ ഓരോരുത്തരും ഏറ്റവും അടുത്ത് നമുക്ക് ചേർന്നിരുന്ന് അവനെ ആരാധിക്കാവുന്ന വിധത്തിൽ ഇതാ ഈശോ കടന്നു വന്നിരിക്കുന്നു. ഈശോ പറഞ്ഞില്ലേ, കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഈ വചനം നമ്മളിൽ നിന്നൊന്ന് യാഥാർത്ഥ്യമാകണം. നമ്മുടെ ഭവനം ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് പ്രകാശിതമാകണം. സീനായ് മലയിൽ ഇറങ്ങി വന്ന അവൻ്റെ മഹത്വത്തിൻ്റെ സാന്നിധ്യം, താബോർ മലയിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ അത്ഭുതകരമായ മഹത്വത്തിൻ്റെ സാന്നിധ്യം, എൻ്റെ ദൈവമേ, ഇന്ന് എൻ്റെ കുടുംബത്തിലും അത് നിറയാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക. നമ്മുടെ ഓരോരുത്തരെയും സമർപ്പിക്കുക. നമ്മുടെ വ്യക്തി ജീവിതം, പ്രിയപ്പെട്ടവർ, കുഞ്ഞുങ്ങൾ, എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഉയർത്തി നമ്മുടെ ഭവനത്തിൽ ഈശോയുടെ അത്ഭുതകരമായ ഒരു മഹത്വത്തിൻ്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ നിറയാൻ ആഗ്രഹിച്ച് എല്ലാവരും ഒന്ന് കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് ചേർന്ന് ഒരിക്കൽ കൂടി ഈശോ എന്ന് ആരാധിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയേ, ഈശോയേ നിന്റെ മഹത്വം ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെടുത്തണമേ കർത്താവേ. യേശുനാഥാ നീ ദൈവം, ഏറ്റുപാടാം. യേശുനാഥാ നീ ആശ്രയം. യെശയ്യാ 54:13 തിരുവചനം പറയുന്നു, കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു വരുന്നു. ഈ സ്കൂൾ വർഷം, ഈ അധ്യയന വർഷം അവർക്കൊരു അനുഗ്രഹമായി മാറണം. അതോടൊപ്പം തന്നെ പല പരീക്ഷകൾ എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ ഭവനത്തിലുണ്ട്. പുതിയൊരു കോഴ്സിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, എന്തു പഠിക്കണം, എവിടെ പഠിക്കണമെന്നൊക്കെ ആലോചിക്കുന്ന മക്കൾ നമ്മുടെ ഒപ്പമുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ പരീക്ഷ എഴുതുന്നവരും അതിനുവേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമായ കുഞ്ഞുങ്ങളെ നമുക്ക് ഓർക്കാം. ഒരു നല്ല ഭാവി ജീവിതത്തിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മൾ ഉത്കണ്ഠപ്പെടുന്നുണ്ടെങ്കിൽ അവരെ ഓർത്തുള്ള നമ്മുടെ എല്ലാ ഉത്കണ്ഠകളും ഭാരങ്ങളും തമ്പുരാൻ്റെ സന്നിധിയിലേക്ക്, ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഇപ്പോൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ മക്കളോട് അവിടുന്ന് ഇപ്പോൾ അവിടുന്ന് കൽപ്പിക്കണമേ. അവരെക്കുറിച്ചുള്ള പദ്ധതികൾ അവിടുന്ന് വെളിപ്പെടുത്തി തരണമേ. പ്രത്യേകിച്ചും കർത്താവെ, ലോകത്തിൻ്റെതായ മോഹങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ മക്കളെ ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. നമ്മുടെ വലതുകരം ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഉയർത്തി ഈ കരങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച്
അവർക്ക് വേണ്ടി നമുക്കിപ്പോൾ കർത്താവിനെ ആരാധിക്കാം. കർത്താവ് നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ സഭയ്ക്ക്, സമൂഹത്തിന് അനുഗ്രഹമായി നമ്മുടെ മക്കളിപ്പോൾ മാറട്ടെ. എല്ലാ പാപത്തിൻ്റെതായിട്ടുള്ള ദുശീലങ്ങളിൽ നിന്നും കർത്താവ് അവരെ മോചിപ്പിക്കട്ടെ. രോഗങ്ങളിൽ നിന്ന് അവർക്ക് സൗഖ്യം കൊടുക്കട്ടെ. ശുഭകരമായ ഭാവി അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും അവരുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. അനുഗ്രഹിക്കൂ, അനുഗ്രഹിക്കൂ നാഥ, അനുഗ്രഹിക്കൂ, അനുഗ്രഹിക്കൂ, അനുഗ്രഹിക്കൂ നാഥ, അനുഗ്രഹിക്കൂ, നാഥ അനുഗ്രഹിക്കൂ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ബെത്സയിദ കുളത്തിൻ്റെ കൽപ്പടവുകളിൽ ശരീരവും മനസ്സും തളർന്ന് വർഷങ്ങളോളം നിന്റെ വരവിനായി കാത്തിരുന്ന ആ പാവപ്പെട്ട മനുഷ്യനെ പോലെ അങ്ങയുടെ സ്പർശനത്തിനായി, അങ്ങയുടെ ഒരു വാക്കിനായി കാത്തിരിക്കുന്ന അനേകം രോഗികൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. ഈശോയെ, നീ കരുണ കാണിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. നാളുകളായി ചികിത്സ തേടിയിട്ടും ആശുപത്രികളുടെ ഇടനാഴികളിൽ തളയ്ക്കപ്പെട്ടു പോയ ജീവിതങ്ങൾ, ICUവിൽ രോഗത്തോട് മല്ലടിക്കുന്നവർ, വെന്റിലേറ്ററുകളിൽ ജീവന് വേണ്ടി പിടയുന്നവർ, ഈശോയെ നീ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നീ കരുണയോടെ നോക്കണമേ. ലൂക്ക 6:19 ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പ്രാർത്ഥിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. കർത്താവ് എല്ലാ രോഗികളെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 സൗഖ്യമായി കടന്നു വരണമേ, വിടുതലായി കടന്നു വരണമേ. കർത്താവേ നീ ഇടപെടണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. മുറിവേറ്റ കരം നീട്ടി സൗഖ്യപ്പെടുത്തണമേ, തിരുരക്തത്താൽ സൗഖ്യപ്പെടുത്തണമേ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജോബ് 1:10 അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു, അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. കർത്താവെ, സ്നേഹത്തോടെ സാമ്പത്തിക തകർച്ചകളിലൂടെ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ട SPF അംഗങ്ങളെയും ഞങ്ങൾ സ്നേഹത്തോടെ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുദിനമുള്ള ചെലവുകൾ നിർവഹിക്കാൻ സാധിക്കാത്ത വിധം സാമ്പത്തികമായി തകർന്നു പോയവർ, ചികിത്സിക്കാൻ പണമില്ലാത്തതുപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. ദൈവമേ, അവരുടെ എല്ലാം ജീവിതങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ. കർത്താവെ, നാളുകളായി സാമ്പത്തിക തകർച്ചകൾ അനുഭവിച്ച്
എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ നിരാശപ്പെട്ട് കഴിയുന്ന എല്ലാ മക്കളെയും കർത്താവെ നീ ചേർത്ത് പിടിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ തകർച്ചയിൽ നിന്നും ജോബിൻ്റെ കുടുംബത്തെയും കരം പിടിച്ചുയർത്തിയ കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട SPF അംഗങ്ങളെ കർത്താവെ നീ അവിടുന്ന് കരം പിടിച്ചുയർത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമ്പൽ സമൃദ്ധി കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു വിധത്തിലും തളർന്നു പോകാൻ അനുവദിക്കാത്ത വിധം എല്ലാ തടസ്സ ശക്തികളും എടുത്തു മാറ്റിക്കൊണ്ട് കർത്താവെ നീ അവരെ അനുഗ്രഹിക്കുവാൻ അവിടുന്ന് തിരുമനസ്സാകണമേ. ഈ തകർച്ചയിൽ നിന്ന് കർത്താവെ അവരെ വിമോചിപ്പിച്ചുകൊണ്ട് നിന്റെ സ്നേഹം പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ആരാധന ദൈവമേ, നന്ദി. ഹല്ലേലൂയ. ഈശോയെ സ്വർഗ കവാടം അവർക്കായി തുറന്നു കൊടുക്കണമേ, സമ്പൽ സമൃദ്ധി നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ആരാധന ദൈവമേ, നന്ദി. ഹല്ലേലൂയ. ഈശോ ആരാധന, ആരാധന, ആരാധന. അനുഗ്രഹിക്കൂ, അനുഗ്രഹിക്കൂ നാഥ, അനുഗ്രഹിക്കൂ, അനുഗ്രഹിക്കൂ, അനുഗ്രഹിക്കൂ നാഥ, അനുഗ്രഹിക്കൂ, നാഥ അനുഗ്രഹിക്കൂ. ഈശോയെ, വിവാഹത്തിൻ്റെ പ്രായം കഴിഞ്ഞിട്ടും ആലോചനകൾ പലതും നടന്നിട്ടും കഴിഞ്ഞിട്ടും എൻ്റെ ഈശോയെ, വിവാഹം നടക്കാതെ വേദനിക്കുന്ന അനേകരെ ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ്. മറ്റു വ്യക്തികളുടെ ചോദ്യങ്ങൾ കേൾക്കാൻ വയ്യാതെ സ്വന്തക്കാരുടെയും പ്രിയപ്പെട്ടവരുടെയും പല ഫംഗ്ഷനുകളും ഒഴിവാക്കിക്കൊണ്ട് ആൾക്കാരുടെ ചോദ്യത്തെ ഭയന്ന് നിൽക്കുന്ന, വേദനിക്കുന്ന, വിവാഹ മേഖലയിൽ തടസ്സം അനുഭവിക്കുന്ന അനേക മക്കളെ ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ്. എൻ്റെ കർത്താവേ, അങ്ങ് മാത്രമാണ് പരിഹാരം. അതോടൊപ്പം തന്നെ വിവാഹം കഴിഞ്ഞു നാളുകൾ കാത്തിരുന്നിട്ടും ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചിട്ടും ഒത്തിരി വേദനിക്കുന്നവരെ മറ്റുള്ളവരിങ്ങനെ ചോദിക്കും, ഒന്നും ആയില്ലേ? ആ വേദനകളൊന്നും താങ്ങാൻ പറ്റാത്തതുപോലെ മനസ്സ് ഡിപ്രഷനായിക്കൊണ്ടിരിക്കുന്ന അനേക മക്കളെ ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ്. കർത്താവേ, അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ, അങ്ങ് ആശീർവദിക്കണമേ. ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലയിൽ തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഒരു ഭവനം പണിയണമെന്ന് ആഗ്രഹിച്ചിട്ടും അനേക വാടക വീടുകൾ കയറി നടന്ന് എൻ്റെ ഈശോയെ, സ്വന്തമായിട്ടൊരു ഭവനം ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച് കാത്തിരിക്കുന്നവർ, എല്ലാ ക്രമീകരണങ്ങളും ഒത്തിട്ടും ഒരു ലോണിന് വേണ്ടി അപേക്ഷിച്ച് പുറകെ നടന്നിട്ടും ഇന്നോളം സാങ്ഷനാകാതെ ആ മേഖലയിലും തടസ്സം അനുഭവിക്കുന്നവരെ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. എല്ലാമുണ്ട്, നല്ലൊരു ഭവനമുണ്ട്, എന്നാൽ സമാധാനമില്ല, കുടുംബത്തിൽ സ്വസ്ഥതയില്ല. അങ്ങനെയുള്ള എല്ലാ മേഖലകളെയും ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. പൊന്നുകർത്താവേ, അങ്ങയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഒരുങ്ങുന്ന ഈ സമയത്ത് ഞങ്ങളിപ്പോൾ അങ്ങയുടെ മുൻപിൽ മുട്ടുമേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ പങ്കുവെച്ച നിയോഗങ്ങൾക്കപ്പുറം മനസ്സിൽ ഒത്തിരി വേദനകൾ, ഒത്തിരി നിയോഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങയുടെ മുൻപിൽ ഇപ്പോൾ മുട്ടിന്മേൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരങ്ങ് കാണണമേ. പൊന്നുകർത്താവേ, യേശുനാഥ, അങ്ങാണ് എൻ്റെ ദൈവം, അങ്ങാണ് എൻ്റെ ആശ്രയം, അങ്ങാണ് എൻ്റെ സർവ്വമെന്ന് ഏറ്റുപാടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ മുൻപിൽ മുട്ടിന്മേൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരുടെ നിയോഗങ്ങൾ കർത്താവേ, എത്രയോ നിയോഗങ്ങൾ, എത്രയോ വേദനകൾ കർത്താവേ, അതിൻ്റെ മേൽ അങ്ങ് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, തടസ്സങ്ങൾ മാറ്റിക്കൊടുക്കണമേ, രോഗങ്ങൾക്ക് സൗഖ്യം കൊടുക്കണമേ, വിടുതൽ കൊടുക്കണമേ, നൊമ്പരങ്ങൾ ഏറ്റെടുക്കണമേ. ആഗ്രഹത്തോട് നമുക്ക് പാടി ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യന്റെ
മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. അനുഗ്രഹിച്ചിടേണമേ ആശീർവദിച്ചിടണേ. അനുഗ്രഹിച്ചിടേണമേ ആശീർവദിച്ചിടണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.